വിവാദങ്ങളുണ്ടാക്കിയ അതിലേറെ എതിർപ്പുകളുണ്ടാക്കിയ വഖഫ് നിയമ ഭേദഗതി ബിൽ 2024 കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ്. പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് വിവാദ ബില്ലിന്റെ പകർപ്പ് ബുധനാഴ്ച എംപിമാർക്ക് വിതരണം ചെയ്തത്. ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ താഴെ പറയുന്നവയാണ്. വഖഫ് തർക്കങ്ങളിൽ വഖഫ് ബോർഡിന്റെ തീരുമാനം അന്തിമമായിരിക്കും എന്നത് നീക്കം ചെയ്തു. ഇതോടെ വഖഫ് സ്വത്തുകൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ അവസാന വാക്ക് സർക്കാരിന്റേതാകും. വഖഫ് തർക്കങ്ങളിൽ ട്രിബ്യൂണലുകളുടെ തീരുമാനം അന്തിമമായിരിക്കും എന്ന വ്യവസ്ഥയും എടുത്തു കളഞ്ഞു. ഏത് വ്യക്തിക്കും അവനവന്റെ സ്ഥാവര ജംഗം വസ്തുക്കൾ വഖഫ് ചെയ്യാമെന്ന വ്യവസ്ഥ മാറ്റി പുതിയ ബില്ല് പ്രകാരം 5 വർഷം മാത്രമായി മതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാനാകൂ. വഖഫ് അലൽ ഔലാദ് എന്ന പേരിൽ കുടുംബത്തിനായി വഖഫ് ചെയ്ത് വേണ്ടെന്ന് വെക്കാൻ സ്ത്രീകൾക്കടക്കമുള്ള അനന്തര അവകാശികൾക്ക് പിൻകാലത്ത് അവകാശമുണ്ടാകും. ഇസ്ലാമിക നിയമപ്രകാരം സ്വത്തുക്കൾ വഖഫ് ചെയ്യുന്നത് കൂടുതലായും വാക്കിലായിരുന്നുവെങ്കിലും വാക്കാലുള്ള വഖഫ് ഇനി അംഗീകരിക്കപ്പെടില്ല. രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരിക്കുന്നു. സ്വത്തോ വസ്തുവയോ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ വഖഫ് ആകുന്നതും പൂർണ്ണമായും പുതിയ ബില്ല് ഒഴിവാക്കി. നമസ്കാരം നടക്കുന്ന പള്ളി വഖഫ് നാമം ഇല്ലെങ്കിലും വഖായി പരിഗണിക്കുന്ന നിലവിലുള്ള രീതി ഇനി അനുവദിക്കുകയില്ല. അത് വഖഫ് അല്ല എന്ന അവകാശവാദം ഉന്നയിക്കാൻ വ്യവസ്ഥ അവസരമൊരുക്കും. സുന്നി വഖഫും ഷിയ വഖഫും അഗാനി വഖഫും ബൊറ വഖഫും വെവ്വേറെ ഉൾപ്പെടുത്തണം. സംസ്ഥാന സർക്കാരുകൾക്ക് വേണമെങ്കിൽ ഷിയാക്കൾക്കും ബൊറകൾക്കും അഗാൻകൾക്കും വ്യത്യസ്ത വഖഫ് ബോർഡ് ഉണ്ടാക്കാം. ഭേദഗതിക്ക് മുൻപുള്ള എല്ലാ വഖഫ് സ്വത്തുക്കളുടെയും വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പുതിയതായി തയ്യാറാക്കുന്ന പോർട്ടലിൽ 6 മാസത്തിനകം സമർപ്പിക്കണം. ഈ നിയമ ഭേദഗതിക്ക് മുൻപോ പിൻപോ ഏതെങ്കിലും സർക്കാർ സ്വത്ത് വഖഫ് സ്വത്താണെന്ന് കണ്ടെത്തുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്താലും അത് വഖഫ് സ്വത്തായിരിക്കുകയില്ല. നിയമ ഭേദഗതി ബിൽ നിലവിൽ വരുന്ന സമയത്ത് സർവേ കമ്മീഷണറുടെ മുമ്പാകെ തീർപ്പാക്കാത്ത സർവേ ഫയലുകൾ കളക്ടർക്ക് കൈമാറണം. കളക്ടർ സർവേ നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കണം. ഗസറ്റിലെ വഖഫ് സ്വത്ത് വിശദാംശങ്ങൾ 15 ദിവസത്തിനകം സംസ്ഥാന സർക്കാർ പോർട്ടലിൽ ഉൾപ്പെടുത്തണം എന്നിവയാണ് പുതിയ തീരുമാനങ്ങൾ. വഖഫ് ബോർഡ് എന്നൊരു മാർഗം ഉപയോഗിച്ച ഇന്ത്യയിലെ മുസ്ലിമുകളെ ആകെ പൂട്ടിക്കെട്ടാനായി BJP കണ്ടെത്തിയ നയതന്ത്രത്തിന് നൽകിയ പേരാണ് നിയമ ഭേദഗതി എന്ന. ദാനമായും അല്ലാതെയും ലഭിച്ച സ്വത്തുക്കളിൽ നിന്നുമുള്ള വരുമാനവും നടത്തിപ്പിനുമുള്ള പൂർണ്ണ അധികാരവും വഖഫ് ബോർഡിലുള്ളവർക്ക് നൽകുന്ന 1995 വഖഫ് നിയമത്തിലാണ് ഭേദഗതി കൊണ്ടുവരുന്നിരിക്കുന്നത്. 2013 UPA സർക്കാരിന്റെ കാലത്ത് ഭേദഗതി ചെയ്ത് നൽകിയ കൂടുതൽ അധികാരങ്ങളും എടുത്തുകളയുകയും നിലവിൽ 1.5 ലക്ഷം കോടി രൂപയുടെ സ്വത്ത് വകകളാണ് വഖഫ് ബോർഡുകളുടെ കീഴിലുള്ളത്. സൈന്യവും റെയിൽവേയും കഴിഞ്ഞാൽ രാജ്യത്ത് കൂടുതൽ ആസ്തിയുള്ളത് വഖഫ് ബോർഡുകൾക്കാണ്. അത് മാത്രവുമല്ല, UP പോലുള്ള പ്രധാന സംസ്ഥാനങ്ങളിലെ കണ്ണായ സ്ഥലങ്ങൾ പലതും ഇവരുടെ കീഴിലാണുള്ളത്. നിയമ ഭേദഗതി വഴി ആ കണ്ണായ സ്ഥലങ്ങൾ കൈക്കലാക്കാമെന്ന BJPയുടെ ഗൂഢനീക്കവും ഇതിന് പിന്നിലുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.